നമസ്കാരം. പ്രീ ക്വാർട്ടർ മത്സരത്തിന് മുമ്പ് ഇംഗ്ലീഷ് ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ മെക്സിക്കൻ ആരാധകർ നടത്തിയ ഒരു സംഭവമാണ്. എന്താണെന്നോ, ഉറക്കം തടസ്സപ്പെടുത്താൻ വേണ്ടി മെക്സിക്കൻ ആരാധകരുടെ ശ്രമമായിട്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മോട്ടോർ ബൈക്കുകൾ തുടർച്ചയായിട്ട് ഹോൺ മുഴക്കുന്നു. ഒരുപാട് മൈക്രോഫോണുകളിലൂടെ ഉച്ചത്തിൽ മെക്സിക്കോയ്ക്ക് ആർപ്പ് വിളിക്കുന്നു. അങ്ങനെ ഡസൻ കണക്കിന് മെക്സിക്കൻ ആരാധകരാണ് ആ ഹോട്ടലിന് പുറത്തെത്തിയത്. എന്തായാലും ഇത്തരത്തിലുള്ള ഫാൻ ഫൈറ്റുകൾ പോലും ലോകകപ്പിൽ സ്വാഭാവികമാണ്, സാധാരണമാണ്. നോക്കാം ഫുട്ബോളം വിശദമായി. സ്വാഗതം ഒരിക്കൽ കൂടി. ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിന് ഇന്ന് അഗ്നി പരീക്ഷയാണ്. നോർവേയാണ് ബ്രസീലിന്റെ എതിരാളി. രാത്രി 1:30 മത്സരം. ഏറ്റുമുട്ടിയ 4 തവണയും നോർവേയെ തോൽപ്പിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ചില ചരിത്രങ്ങൾ വഴിമാറാനുള്ളതാണ്. വീരന്മാർ അണിനിരുന്നാൽ ഇന്നേ വരെ നടക്കാത്തത് സംഭവിക്കും. ആ പ്രതീക്ഷയാണ് ബ്രസീൽ ആരാധകർക്ക്. ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളിൽ 2 തവണ നോർവേ ജയിച്ചപ്പോൾ 2 മത്സരം സമനിലയിലായി. 98 ലോകകപ്പിലെ 2-1 തോൽവിയും ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഇരു ടീമും മത്സരിച്ചത് 2006 അന്ന് സമനിലയിൽ മത്സരം അവസാനിച്ചു. ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത നോർവേക്കെതിരെ ആദ്യ ജയവും ക്വാർട്ടർ മധുരവും പദ്ധതിയിടുകയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി. ജപ്പാനെതിരെ മത്സരിച്ച ടീമിൽ പൊളിച്ചെഴുതലുകൾ ഉണ്ടാകുമെന്നാണ് കോച്ച് വ്യക്തമാക്കിയത്. പരുക്കേറ്റ ലൂക്കാസ് പക്വേറ്റ കളിക്കില്ല. എന്നാൽ പരുക്കു ഭേദമായി റഫീഞ്ഞ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. പകരക്കാരനായിട്ടായിരിക്കും റഫീഞ്ഞയുടെ തിരിച്ചുവരവ്. ഓരോ മത്സരം കഴിയുന്തോറും ടീമിന്റെ പ്രകടനം ഉയരുന്നുണ്ടെന്ന് ആഞ്ചലോട്ടി. I am worried as usual. But worried doesn't mean to be anxious. Anxious is something that you think that it didn't happen yet. I am worried because I want to occupy before of what's going to happen in the game, and so it is absolutely normal. But as I said, I am confident we improved, and I hope we can improve also tomorrow. എർലിംഗ് ഹാലൻഡ് എന്ന യുവ എഞ്ചിനിലാണ് നോർവേയുടെ കുതിപ്പ്. 5 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ പ്രധാനിയാണ് ഹാലൻഡ്. മാർട്ടിൻ ഒഡേഗാർഡും ഹാലൻഡും ബ്രസീലിന്റെ പ്രതിരോധത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും. പ്രതീക്ഷകളിൽ ബ്രസീലാണ് മുന്നിലെങ്കിലും വിട്ടുകൊടുക്കാനില്ല എന്ന് നോർവേ പരിശീലകൻ സോൾബാക്കൻ പറയുന്നു. I still say, obviously, Brazil is the favorites, like I told you yesterday. But I also said that it's not. I don't think they are big favorites, which they maybe had been some years ago, or 2, 3, 4 years ago. Now we have had a very good run for a very long time, and we have great confidence. ഗോൾ കൺവേർഷനിൽ ബ്രസീലിനേക്കാൾ ഏറെ മുന്നിലാണ് നോർവേ. 43 ഗോൾ ശ്രമങ്ങളിൽ നോർവേ 10 വിജയിച്ചപ്പോൾ 59 ഗോൾ ശ്രമങ്ങളിൽ നിന്നാണ് ബ്രസീലിന്റെ 9 ഗോളുകൾ. 20 വർഷം മുമ്പാണ് നോർവേയും ബ്രസീലും അവസാനം ഏറ്റുമുട്ടിയത്. അന്ന് സമനിലയായിരുന്നു ഫലം. ഇന്ന് വീണ്ടും എത്തുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എർലിംഗ് ഹാലൻഡ് എന്നൊരു ഗോൾ മെഷീൻ ഉണ്ട് ഈ നോർവീജിയൻ സംഘത്തിൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലാണ് ക്വാർട്ടർ ഫൈനലിലെ മറ്റൊരു ഗ്ലാമർ പോരാട്ടം. എല്ലാ മത്സരവും ജയിച്ചാണ് മെക്സിക്കോ പ്രീ ക്വാർട്ടറിലെത്തിയത്. അസ്തക സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 5:30 കിക്ക് ഓഫ്. സമുദ്രനിരപ്പിൽ നിന്ന് 7350 അടി ഉയരത്തിലാണ് മെക്സിക്കോ സിറ്റിയിലെ അസ്തക സ്റ്റേഡിയം. കളിക്കാർക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ശ്വാസമെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകാം. ഈ സാഹചര്യം പ്രതികൂലമാകുന്നത് ഇംഗ്ലണ്ടിനാണ്. ആതിഥേയരായ മെക്സിക്കോയ്ക്ക് സ്വന്തം മൈതാനവും അവിടുത്തെ സാഹചര്യവും അത്രമേൽ പരിചിതം. നിറഞ്ഞെത്തുന്ന കാണികൾ മെക്സിക്കോയ്ക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ശക്തമായ പ്രതിരോധമാണ് മെക്സിക്കോയുടെ കരുത്ത്. ട്രംപ് കാർഡായി ജൂലിയൻ ക്വിനോണസ് ഉള്ളപ്പോൾ പ്രതീക്ഷ വാനോളം. ജൂഡ് ബെല്ലിംഗ്ഹാം, ഹാരി കെയ്ൻ, ഫിൽ ഫോഡൻ തുടങ്ങിയ പ്രതിഭകളുടെ സാന്നിധ്യമാണ് ഇംഗ്ലണ്ടിന്റെ കരുത്ത്. യുവതാരങ്ങളുടെ വേഗതയും ഡ്രിബ്ലിംഗ് മികവും ഏത് പ്രതിരോധത്തെയും ഭയപ്പെടുത്തും. തോമസ് ടുഷേലിന്റെ തന്ത്രങ്ങൾ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ കൂട്ടുന്നു. We are in an iconic place, iconic stadium, a massive game, knockout game against Mexico in Azteca. It's just an iconic match and a big stage, and we feel it. ഇംഗ്ലണ്ടിന്റെ ആക്രമണവും മെക്സിക്കൻ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഇന്ന്. പച്ച ജേഴ്സിയിലുള്ള മെക്സിക്കൻ ആരാധക കൂട്ടത്തിന്റെ ആരവം ഇംഗ്ലണ്ടിന്റെ ഹോം കമ്മിങ് സ്വപ്നങ്ങളെ തകർക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
അങ്ങനെ സുന്ദരൻ 2 പോരാട്ടങ്ങൾക്കാണ് ലോകകപ്പ് വേദി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഗിഫ്റ്റി ഗ്രേഷ്യസ് ഫുട്ബോളർ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ഗിഫ്റ്റി, ഒരിക്കൽ കൂടി സ്വാഗതം. ഗിഫ്റ്റി, ഇന്ന് ബ്രസീൽ ഒരു അഗ്നിപരീക്ഷ നേരിടാൻ പോവുകയാണ് നോർവേക്കെതിരെ. നോർവേ, അവിടെ ഹാലൻഡ്, ഒഡേഗാർഡ്, അങ്ങനെ സംഭവബഹുലമാണ് ആ സംഘത്തിൻ്റെ ഇതുവരെയുള്ള റൺ. ആ കോച്ച് പറഞ്ഞതുപോലെ നല്ലൊരു റണ്ണിലാണ് നോർവേ. അപ്പോൾ ബ്രസീലിന് എങ്ങനെയായിരിക്കും നോർവേ പരീക്ഷ? നല്ലൊരു മത്സരമായിരിക്കും. 2 യൂറോപ്യൻ ശക്തിയും ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമും ഒരു യൂറോപ്യൻ ടീമാണ്. നല്ല ടൈറ്റ് മത്സരമായിരിക്കും. ബ്രസീലിന് ഒട്ടും എളുപ്പമായിരിക്കില്ല. ഇതുവരെ നോർവേയോട് ബ്രസീലിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയുന്നത്. പിന്നെ എർലിംഗ് ഹാലൻഡ്, ഒഡേഗാർഡൊക്കെ നല്ല ഫോമിലാണ്. ഇപ്പോ ഇതുവരെ ബ്രസീൽ കളിച്ചത് ലാസ്റ്റ് ആഞ്ചലോട്ടി ഒരു തന്ത്രം ഇറക്കിയത് ജപ്പാന്റെ എതിരാണ്. ലോങ് ബോൾ ആണ് ഈ പ്രാവശ്യം കഴിഞ്ഞ കളിക്ക് ഇറക്കിയത്. ഈ പ്രാവശ്യം ഇനി എന്ത് തന്ത്രം ഇറക്കും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്താ വെച്ചാൽ അവർ ഐറ്റുള്ള പ്ലേയേഴ്സ് ആണ്. ഇപ്പൊ ലോങ് ബോൾ എന്തായാലും അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഞ്ചലോട്ടിന് ഇനി ഏത് തന്ത്രം കൊണ്ടാണ് ഇന്നത്തെ കളി ഇറങ്ങുന്നത് എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഞ്ചലോട്ടി പറഞ്ഞത് ഈ ടീമിൽ കാര്യമായിട്ടുള്ള പൊളിച്ചെഴുത്തുണ്ടാകുമെന്നുള്ള കാര്യം. അതായത് റഫീഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടെങ്കിലും ടീമിലേക്ക് മടങ്ങിയെത്താം, പക്ഷേ പക്കറ്റ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. നെയ്മർ ഏതാണ്ട് ഫുൾ ടൈം കളിക്കാൻ ഫിറ്റ് ആയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും ഇത് മാറ്റി പരീക്ഷിക്കുക ഗ്രേഷ്യസ്? നെയ്മറിനെ കൊണ്ടുവരാൻ ആഞ്ചലോട്ടി പറഞ്ഞത് 90 മിനിറ്റ് കളിക്കാൻ നെയ്മർ ഫിറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എത്രത്തോളം ചേഞ്ച് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് നെയ്മറിനെ ഫസ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവരാൻ കോച്ച് അത്രയും ധൈര്യം കാണിക്കുമെന്ന് അറിയില്ല. ഇത്രയും ക്രൂഷ്യൽ മാച്ചാണ്. ഇൻ കേസ് നെയ്മറിനർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് വന്നാൽ ഒരു സബ് തന്നെ ഫസ്റ്റ് തന്നെ പോകേണ്ട അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് എനിക്കൊരു ഉറപ്പ് പറയാനല്ല. നെയ്മറിനെ ഇന്ന് കളിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല വ്യക്തമായിട്ട്. ഇനി ചിലപ്പോൾ ടീം അയച്ച് പണിതില്ലെങ്കിൽ കുറച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. മിഡ്ഫീൽഡിൽ എന്തായാലും അങ്ങനെ ഉണ്ടാവും. ഈ മോളിലോട്ട് വല്ല നെയ്മർ വന്നാൽ മാത്രമേ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നേരെ മറിച്ച് അവിടെ നോർവേ ടീമിൻ്റെ കാര്യം. നോർവേ ടീം ഗംഭീരമായിട്ട് മുന്നേറുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഗോൾ മെഷീൻ തന്നെ ഹാലൻഡ്. അതിനപ്പുറത്തേക്ക് അവരുടെ ക്യാപ്റ്റൻ ഗംഭീര ഫോമിലാണ്. അങ്ങനെ ഈ ക്യാപ്റ്റനും ഹാലൻഡും ചേർന്നുള്ള ഒരു മികവ് പ്രകടമാകുന്നുണ്ട് കളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവർ അന്ന് ഫ്രാൻസിനെതിരെ അവരുടെ ഒരു ബി ടീം എന്ന് പറയാം, എങ്കിൽ പോലും അവർ അവിടെ സ്കോർ ചെയ്തു ഫ്രഞ്ച് പടക്കെതിരെ. അപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ വളരെ സാധ്യത കൂടുതലുള്ള, ഗോൾ കൺവേർഷൻ റേറ്റ് കൂടുതലുള്ള ടീമാണ് നോർവേ. ബ്രസീലിന് എങ്ങനെയായിരിക്കും ബ്രസീൽ ഡിഫൻസ് ഈ നോർവേ നേരിടാൻ പോകുന്നത്? നല്ല പാടായിരിക്കും. ബ്രസീലിനെ വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഡിഫൻഡർമാരാണ്. മാർക്കിനോസും അതുപോലെ ഗബ്രിയലും ആണ്. രണ്ടുപേരും ഗബ്രിയൽ ആണെങ്കിൽ പ്രീമിയർ ലീഗിൽ ആഫ്രിക്കൻ വേണ്ടി കളിക്കുന്നതാണ്. മാർക്കിനോസ് ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്തതാണ്. PSG പ്ലെയർ ആണ്. അപ്പൊ അവരൊക്കെ നല്ല ശക്തമായ ഡിഫൻസ് തന്നെയാണ്. പക്ഷെ ഹാളൻഡിനെ പിടിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഹാളൻഡ് അത്രയും ഗോൾ സ്കോറിംഗ് ഒരു മിഷൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. എപ്പോ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഗോൾ അടിക്കും. അക്രമാറ്റിക്കും എല്ലാ രീതിയിലും ഗോൾ അടിക്കാൻ കഴിവുള്ള പ്ലെയർ ആണ്. അതുകൊണ്ട് ഹാളൻഡിനെ പിടിച്ചു നിർത്താന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഡിഫൻസിൽ. ഹാളൻഡിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും ബ്രസീലിനെ സംബന്ധിച്ച്. ഇനി ഒരു പ്രീ ക്വാർട്ടറിൻ്റെ ഒരു നോക്കൗട്ട് ഘട്ടത്തിൻ്റെ എല്ലാ സമ്മർദ്ദവും ഉണ്ടല്ലോ. അപ്പോൾ ഈ എന്തായിരിക്കണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ആദ്യം ആരുടെ ഒരു അറ്റാക്കിലേക്ക് പോകും, അല്ലെങ്കിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്യാൻ സാധ്യത കൂടുതൽ ഏത് ടീമായി കരുതണം ഈ നോർവേയും ബ്രസീലും ഏറ്റുമുട്ടുമ്പോൾ? എന്തായാലും എനിക്ക് തോന്നുന്നത് നോർവേ ഫസ്റ്റ് ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ബ്രസീൽ എന്തായാലും ഒന്ന് നോക്കിയേ കളിക്കുള്ളൂ. ഒറ്റയടിക്ക് എന്തായാലും ബ്രസീൽ ഫുൾ ഓൾ ഔട്ട് അറ്റാക്കിന് വരാൻ സാധ്യത വളരെ കുറവാണ്. ബ്രസീൽ എന്തായാലും ജപ്പാനോട് കളിച്ച പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞിട്ട് ബ്രസീൽ അറ്റാക്കിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ ബ്രസീൽ ഫുൾ അറ്റാക്കിലോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. എന്താ വെച്ചാൽ നോർവേ അത്രയും നല്ല ടീമാണ്. ഒരിക്കലും ചെറിയൊരു എതിരാളികളല്ല. തുല്യ ശക്തിയാണ് ഏകദേശം രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ നോർവേ അടിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, കളിയാണ്, എന്ത് സംഭവിക്കാം. ഇന്നലെ തന്നെ കണ്ടു, ഒരു ഗോളിനാണ് ഫ്രാൻസ് ഇത്രയും വലിയ അറ്റാക്ക് നേരെ ഉണ്ടായിട്ട് ഒറ്റ ഗോളിനാണ് ജയിച്ചത്, അതും പെനാൽറ്റിയാണ്. അപ്പൊ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ കളി പോവാന്നുള്ളത്. പക്ഷെ കളി എന്തായാലും നല്ല ടൈറ്റ് മാച്ച് ആയിരിക്കും. ഒരിക്കലും നമുക്ക് എന്തായാലും പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒട്ടും പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല ആ മത്സരം എന്നുള്ളതിൽ സംശയമില്ല. എന്നാണെങ്കിലും ഗിഫ്റ്റി സൂചിപ്പിച്ചതുപോലെ ഈ ബ്രസീൽ ഒന്ന് കരുതി കളിക്കാനാണ് സാധ്യത തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ ആ അവസരത്തിൽ നോർവേ ഗോൾ അടിക്കാനുള്ള സാധ്യതയും സാഹചര്യവും നമ്മൾ മുൻകൂട്ടി കാണണം. ഇനി
പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കാഴ്ച അതുണ്ടാകാൻ പോകുന്നത് ഗാലറിയിൽ 2 ആരാധക കൂട്ടത്തിൻ്റെ ഒരു പോരാട്ടം കൂടിയായിരിക്കും. ബ്രസീലിൻ്റെ മഞ്ഞ നിറത്തിൽ ഒരുപാട് ആരാധകർ ഉണ്ടാകും. പക്ഷേ ഈ വൈക്കിംഗ് ഡ്രോയിങ്ങുമായി എത്തുന്ന ആ നോർവേയുടെ ഫാൻസ്, ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ഗംഭീര ഫാൻസിലൊന്നായിരുന്നു നോർവേയുടെ ഫാൻസ്. അവരിങ്ങനെ ഒരു ട്രാവലിംഗ് ഫാൻസായി വലിയ കൂട്ടമായി സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധകരുടെ ഒരു പിന്തുണയിൽ ആരായിരിക്കും മുന്നിൽ ഗിഫ്റ്റി? എനിക്ക് തോന്നുന്നു നോർവേ ആണ്. നോർവേന്റെ ഫാൻസ് ഒരു പ്രത്യേക ഒരു രസമാണ്. അവരുടെ ലാസ്റ്റ് ആ മാച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് ജയിച്ച് കഴിയുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ഒടേഗാർഡ് ഒരു ബാൻഡ് കൊട്ടുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ വളരെ രസമുള്ള വൈക്കിംഗ് റോവിംഗ് എന്നാണ് അവർ പറയുന്നത്. വൈക്കിംഗ് റോവിംഗ്. അത് നല്ല രസമുള്ള ഒരു ഇതാണ് അവർ ചെയ്യുന്നത് തന്നെ. നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്നത് ഒരു പ്രത്യേകതയാണ് അതിനുള്ളത്. നമ്മൾ ഇനി അടുത്ത മത്സരത്തിന്റെ സാഹചര്യം കൂടി പരിശോധിക്കണം ഗിഫ്റ്റി. അതായത് അവിടെ ഇംഗ്ലണ്ടിന് അഗ്നിപരീക്ഷ അത് മെക്സിക്കോയ്ക്കെതിരെയാണ്. ഇംഗ്ലണ്ടിനാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ടെൻഷൻ എന്ന് തോന്നുന്നു. കാരണം മെക്സിക്കോയിലാണ് മത്സരം. ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് അസ്തക്ക. അവിടെ മെക്സിക്കോ ആരാധകരുടെ ബഹളമായിരിക്കും. എങ്ങനെയായിരിക്കും ഹാരി കെയ്നും ടീമും ഈ മത്സരത്തെ നേരിടുക? എന്തായാലും ഹാരി കെയ്നും ടീമിനും എളുപ്പമായിരിക്കില്ല. ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമുകളും ആഫ്രിക്കൻ ടീമുകളും ഈ വേൾഡ് കപ്പിൽ ഭയങ്കര ഡേഞ്ചറാണ്. അവരോടുള്ള മാച്ചുകളെല്ലാം ഭയങ്കര ടഫാണ്. യൂറോപ്യൻ ടീമുകൾക്കെല്ലാം മിക്ക മാച്ചുകളും എടുത്തു നോക്കിയാൽ മതി. ഒരിക്കലും ഒരു ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചുകളല്ല കൊടുക്കുന്നത്. ലാസ്റ്റ് 90 മിനിറ്റ്സ് വരെ നല്ല ടഫ് കോമ്പറ്റീഷൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഹാരി കെയ്നും ഇംഗ്ലണ്ട് ടീമിന് തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവരോട് കളിക്കാന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മെക്സിക്കോയിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വലിയ പ്ലേയേഴ്സുകൾ വളരെ കുറവാണ്. എല്ലാവരും അത്ര ടോപ്പ് ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് കുറവാണ്. പക്ഷെ എല്ലാവരും ഒരു ആവറേജ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ അവർ ടീമായിട്ട് അവർ ലാസ്റ്റ് ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിൽ തന്നെ ഒരു മാച്ചുകളും തോറ്റിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇംഗ്ലണ്ടിന്റെ ഒരു കളി നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അവര് ഡിയർ കോങ്കോയോട് 2-1 ലാസ്റ്റ് ആണ് അവര് ജയിച്ചു വരുന്നത്. അതും ഹാരി കെയ്ന്റെ ഒരു ബ്രില്യന്റ് ഗോൾ കൊണ്ടാണ് കളി തന്നെ മാറിയത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും എളുപ്പമായിരിക്കില്ല ആ മാച്ച്. ഓൾറെഡി മെക്സിക്കോയിലാണ് കളി. ഫാൻസിന്റെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു പ്രതീക്ഷ ഒരിക്കലും കളി എളുപ്പമായിരിക്കില്ല, നല്ല ടഫ് തന്നെ ആയിരിക്കും. എന്തായാലും ഇംഗ്ലണ്ട് നന്നായിട്ട് പാടുപെടേണ്ടി വരും ആ ഒരു മാച്ച് വിൻ ചെയ്ത് കയറി വരണമെങ്കിൽ. ഉറപ്പായിട്ടും ഇംഗ്ലണ്ടിനെ ഒരു തരത്തിലും അടുപ്പിക്കില്ല മെക്സിക്കോ എന്നുള്ള സംശയമില്ല. അവിടെ മെക്സിക്കൻ തിരമാലകളായിട്ട് ഇങ്ങനെ ആരാധകർ നിൽക്കുകയാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്വിനോണസ് എന്ന അവരുടെ ഒരു ട്രംപ് കാർഡുണ്ട് മെക്സിക്കോയ്ക്ക്. ഇംഗ്ലണ്ടിന് ഹാരി കെയ്ൻ ഗോളടി മികവിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്, വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് ഇൻഡെക്സിൽ ഇംഗ്ലണ്ടിനൊരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ടോ? ഈ ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും അതുപോലെ സാക്ക പിന്നെ ഗോർഡൻ ലാസ്റ്റ് മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം 2 അസിസ്റ്റാണ് ചെയ്തത്. ഇതാണ് അവരുടെ അറ്റാക്കിംഗ് ഉള്ള പറയാൻ വേണ്ടി. ഗോർഡനിലാണ് പിന്നെയും കുറച്ചുകൂടി ഒരു ഹാരി കെയ്ന് ശേഷം കൂടുതൽ ഒരു അറ്റാക്ക് വരുന്ന ഒരു പ്ലെയർ. വിങ്ങിലൂടെയാണ് നല്ല ക്രോസുകളാണ് വരുന്നത്. പിന്നെ പറയാനായിട്ട് ബെല്ലിംഗ്ഹാമാണ്. ബാക്കി പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും അവരാ പൂർണ്ണമായിട്ടുള്ള പെർഫോമൻസിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. സാക്കയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മസ്റ്റ് കളിക്കില്ലായിരുന്നു, പിന്നെയാണ് ഇറങ്ങി വന്നത്. അപ്പൊ റാഷ്ഫോർഡ് ഒന്നും ആ ക്ലബിലോട്ട് കളിക്കുന്ന ഒരു ഫോമിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ കൂടുതൽ അവരെ പ്രതീക്ഷ ഹാരി കെയ്നിലാണ്. ഹാരി കെയ്ന്റെ ഗോളിലാണ് അവരെ മുന്നോട്ടുള്ള യാത്ര മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൂർണമെന്റ് തന്നെ ഹാരി കെയ്ൻ 5 ഗോൾ അടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലണ്ടിന് എന്തായാലും നല്ല ടഫായിരിക്കും. അവരുടെ പ്ലേയേഴ്സ് ഫോം ആയില്ലെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് ചിലപ്പോൾ മാറി മാറും. ഈ നമുക്കറിയാം അസ്തക്ക സ്റ്റേഡിയം എന്നുള്ളത് ഇംഗ്ലണ്ടിന് അത്ര നല്ല ഓർമ്മകളുള്ള സ്റ്റേഡിയം അല്ല. മറഡോണയുടെ ആ ദൈവിക സ്പർശമുള്ള അല്ലെങ്കിൽ കരസ്പർശമുള്ള ഗോളും നൂറ്റാണ്ടിലെ ഗോളും വരുന്നത് അതേ സ്റ്റേഡിയത്തിലാണ്, അത് ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ. അപ്പം ഈ സ്റ്റേഡിയത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വലിയ പ്രശ്നമാകും ഇംഗ്ലണ്ടിന് എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അത് ശ്വാസം എടുക്കുന്ന കാര്യത്തിൽ, ബോഡി വീക്കാവുന്ന കാര്യത്തിൽ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമായി മാറുമോ ഗിഫ്റ്റി? എന്തായാലും അവർക്ക് ഇത്രയും കാലമായിട്ട് അവർ ഈ വേൾഡ് കപ്പിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എല്ലാ ടീമും എന്താണ് ആറ്റിറ്റ്യൂഡ്, അവിടുത്തെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യും. എന്തായാലും അവരെ ക്ലൈമറ്റിൽ എന്തായാലും അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഓൾറെഡി അവര് ഈ 3 രാജ്യങ്ങളിലായിട്ടും പ്രാക്ടീസും കാര്യങ്ങളും കളിയായിട്ട് മുന്നോട്ട് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ടീമില്ല. അപ്പൊ പിന്നെ ഒരു ഹോം അഡ്വാൻറ്റേജ് എപ്പോഴും മെക്സിക്കോയ്ക്ക് ഉണ്ടാവും. അതെന്തായാലും ഫാൻസ് ആണെങ്കിലും പിന്നെ അവരവിടെ കളിച്ച് നിൽക്കുന്ന ടീമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു രീതി ഉണ്ടാവുമെന്ന് മാത്രമാണ് എന്ന് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഗിഫ്റ്റി ലാസ്റ്റ് ഇനി ഗിഫ്റ്റിലേക്ക് അവസാനമായി എത്തുന്ന വേറെ നല്ല 2 മത്സരത്തിലെയും സ്കോർ കാർഡ് പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് നോക്കും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കളി
ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലോട്ട് പോകുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. 1-1 ഡ്രോ, പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ് ഞാൻ നോർവേയും ബ്രസീലുള്ള പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇംഗ്ലണ്ട് മെക്സിക്കോ. രണ്ടാമത്തെ ഇംഗ്ലണ്ട് മെക്സിക്കോ, എന്റെ പ്രതീക്ഷ മെക്സിക്കോ 1 ഗോളിന് ജയിക്കുമെന്നാണ്. ഇംഗ്ലണ്ട് ആരാധകർ നെഞ്ചുരുകും ഗിഫ്റ്റിയുടെ പ്രവചനം കേട്ടാൽ. അല്ല, എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഈ വേൾഡ് കപ്പിൽ ഭയങ്കര ശക്തിയാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇംഗ്ലണ്ടിന് ജയിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു പ്രതീക്ഷ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഫ്രഞ്ച് നിരക്ക് ഒരിക്കലും അവരെ ഫുൾ ആധിപത്യം പുലർത്താൻ പറ്റൂല പരാഗ്വേന്റെ അടുത്ത്. ഇന്നലെ എങ്ങനെ 1 ഗോളിലാണ് അവര് രക്ഷപ്പെട്ടു പോകുന്നത്. അത്രയും പേരായിട്ടാ നിര ഗോളടി യന്ത്രങ്ങളൊക്കെ എംബാപ്പയും അതുപോലെ തന്നെ ഡെമ്പലൊക്കെ ഉള്ള ടീമിൽ നിന്നാണ് ഇന്നലെ അവർ അത്രയും ബുദ്ധിമുട്ടിയ ഒരു ഗോളായി കയറി വരാൻ വേണ്ടി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഇന്നത്തെ മാച്ച് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് മാൻ. ഗിഫ്റ്റി ഗ്രേഷ്യസ് ആണ് ചേർന്നത്, കേരള ഫുട്ബോൾ പ്ലെയർ. ഗിഫ്റ്റി സൂചിപ്പിച്ചതുപോലെ ആണ് മത്സരം പോകുന്നതെങ്കിൽ ഇംഗ്ലണ്ട് 3 ലയൺസിന് കടുകട്ടിയായിരിക്കും പോരാട്ടം മെക്സിക്കോയ്ക്കെതിരെ. അവരുടെ സ്വന്തം ഗ്രൗണ്ടാണ്. ഇനി ബ്രസീൽ നോർവേ പോരാട്ടം ബ്രസീൽ ഒട്ടും എളുപ്പമായിരിക്കില്ല. ബ്രസീൽ ആരാധകർക്ക് ടെൻഷനുണ്ട്. സ്വാഭാവികമായും ഹാളണ്ട് പോലുള്ള ഒരു വൻമരം അവിടെ നോർവേക്ക് വേണ്ടി നിൽക്കുന്നു. ഈ ആവേശം തലയ്ക്ക് പിടിക്കുക എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആരാധകരുടെ തലയിലുണ്ട് ലോകകപ്പ് ആവേശം. ദേശീയ പതാകയുടെ മാതൃകയിൽ തലമുടി കളർ ചെയ്യുന്ന ഒരു സലൂൺ, അവിടുത്തെ ബാർബർ, അയാളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം. റിയോ ഡി ജനീറോയിലെ റസൻഡെ എന്ന തലസ്ഥാനത്താണ് ഈ ലോകകപ്പ് ഹെയർ സ്റ്റൈൽ തരംഗമാകുന്നത്. വാഷിംഗ്ടൺ സാന്റോസ് എന്ന 27-കാരനായ ബാർബറാണ് ഈ ക്രിയേറ്റീവ് ഹെയർ സ്റ്റൈലിന് പിന്നിൽ. ബ്രസീലിന്റെ 6ാം ലോകകപ്പ് കിരീടമോഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് സാന്റോസ് ഹെക്സാ കട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്റ്റൈൽ അവതരിപ്പിച്ചത്. പച്ച, മഞ്ഞ, നീല, വെള്ള നിറങ്ങളുള്ള ബ്രസീൽ പതാകയാണ് ഇദ്ദേഹം മുടിയിൽ അതിമനോഹരമായി ചെയ്തെടുക്കുന്നത്. Então, eu vinha postando alguns vídeos na internet, alguns cortes, só que eu postava muito corte parecido com de outros barbeiros e eu via que isso não estava tendo um destaque. Aí eu pensei em criar algo diferente. Como era ano de Copa do Mundo, eu decidi fazer a bandeira do Brasil. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 30-ലധികം ആളുകളാണ് ഇതിനകം തന്നെ ഈ ഹെക്സാ കട്ട് പരീക്ഷിച്ചത്. ഈ ഹെയർ കട്ട് ബ്രസീലിന് 6ാം ലോകകപ്പ് നേടിക്കൊടുക്കാൻ സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണിവർ. A gente está fazendo a nossa parte, agora o jogador tem que fazer a dele. ബ്രസീൽ പതാകയ്ക്ക് പുറമെ മറ്റ് രാജ്യങ്ങളുടെ പതാകകളും പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ലോഗോകളും ഇപ്പോൾ സാന്റോസ് ആരാധകരുടെ തലയിൽ വരച്ചു നൽകുന്നുണ്ട്. എന്തായാലും ബ്രസീലിലെ ഈ കുട്ടി ആരാധകരുടെ പുതിയ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനായി പോർച്ചുഗൽ ടീം ഡാലസിലെത്തി. ടെക്സസിലെ കൊടും ചൂടിൽ സ്പെയിനെതിരെയാണ് പോർച്ചുഗലിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടം. കഴിഞ്ഞ വർഷത്തെ നേഷൻസ് ലീഗ് ഫൈനലിന്റെ ആവർത്തനമാണ് ഈ മത്സരം. അതിൽ ഫലം എന്താകുമെന്ന് കാത്തിരിക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാൻ പോർച്ചുഗൽ ടീം താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ ഒരുപാട് ആരാധകർ കാത്തുനിന്നു. കൂടുതൽ ലോക വാർത്തകളിലേക്ക് ഫുട്ബോളം തുടരുകയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് സ്വന്തം കാറുമായി അമേരിക്കയിലെ ലോകവേദിയിലേക്ക് ഡ്രൈവ് ചെയ്തെത്തിയ ഒരു ഉസ്ബെക്ക് ആരാധകൻ മാതൃരാജ്യത്തെ ഒപ്പം മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളെയൊക്കെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഈ 17,000-ഓളം കിലോമീറ്ററുകൾ താണ്ടാൻ അയാളെ പ്രേരിപ്പിച്ചത്. അബ്ദുറഹ്മാൻ ഫാസിലോ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒപ്പം വ്യവസായിയാണ് ഇപ്പോൾ ഫിലഡൽഫിയയിൽ എത്തിയിട്ടുള്ളത്. ലോകകപ്പ് ചിഹ്നങ്ങളും മധ്യേഷ്യൻ രാജ്യങ്ങളുടെ പതാകകളും ലോകഭൂപടവും പതിച്ച കാറിലായിരുന്നു യാത്ര. ഇപ്പോൾ ഫിലാഡൽഫിയയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ കാറ്. ഉസ്ബെക്കിസ്ഥാനിലെ പ്രമുഖ വ്യവസായിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അബ്ദുറഹ്മാൻ ഫാസിലോവാണ് മധ്യേഷ്യൻ സംസ്കാരത്തിന്റെ വക്താവായി ലോകകപ്പ് വേദിയെത്തിയത്. More information from my country for any world. Welcome to Uzbekistan. Welcome to my country. Welcome to my friendship country. This is my idea, this is my dream for all world, friendship and peace. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് യാത്ര ആരംഭിച്ച് ബെൽജിയത്തിൽ നിന്ന് കപ്പൽ മാർഗമാണ് കാർ അമേരിക്കയിലെ ബാൾട്ടിമോറിൽ എത്തിച്ചത്. അവിടെ നിന്ന് ഫിലാഡൽഫിയയിലേക്ക് ഡ്രൈവ് ചെയ്തെത്തി. 2014 ബ്രസീലിലും 2018 റഷ്യയിലും 2022 ഖത്തറിലും ലോകകപ്പ് കാണാൻ പോയ ഫോസിലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണ് ഇത്. 45 ദിവസത്തെ യാത്രയിൽ ഫാസിലോവിനൊപ്പം
രണ്ട് സുഹൃത്തുക്കളുമുണ്ട്. ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ടെങ്കിലും ടീമിന്റെ കന്നി ലോകകപ്പ് പ്രവേശനം വലിയൊരു അനുഭവമായിരുന്നുവെന്ന് ഫാസിലോവ് കരുതുന്നു. I did it, my promise. I coming to USA by my car. It's for Uzbek football team first World Cup. It's big school, big experience. ലോകത്ത് പലർക്കും ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് കൃത്യമായ അറിവില്ലെന്ന തിരിച്ചറിവാണ് ഇങ്ങനെയൊരു യാത്രയിലേക്ക് നയിച്ചതെന്ന് ഫാസിലോവ് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ പതാകകളേന്തി ഫിലഡൽഫിയയുടെ തെരുവുകളിലൂടെ നീങ്ങുന്ന ഫാസിലോവിന്റെ കാർ ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ മനം കവരുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിലെ പരാഗ്വേയുടെ പ്രതിരോധ പൂട്ട് മറികടന്ന് അങ്ങനെ ഫ്രാൻസ് കയറി. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഫ്രാൻസിന്റെ ജയം. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ നേടിയ ഏക ഗോളിലാണ് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് വിജയം ഉറപ്പാക്കിയത്. ഈ ലോകകപ്പിൽ എംബാപ്പയുടെ 7ാമത്തെ ഗോളായിരുന്നു. ജർമ്മനിയെ അട്ടിമറിച്ചെത്തിയ പാരാഗ്വേ കടുത്ത പ്രതിരോധ കോട്ട കിട്ടിയാണ് ഫ്രാൻസിനെ നേരിട്ടത്. 70ാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയ ഡെസിറെ ഡൌയെ പരാഗ്വേ ബോക്സിൽ വീഴ്ത്തിയതിനാണ് ഒരു പെനാൽറ്റി അനുകൂലമായി ലഭിക്കുന്നത്. ആദ്യം റഫറി പെനാൽറ്റി അനുവദിച്ചില്ല, പക്ഷേ VAR പരിശോധനയിൽ പെനാൽറ്റി നൽകുകയായിരുന്നു. കിക്കെടുത്ത നായകൻ കിലിയൻ എംബാപ്പെ പന്ത് വളരെ കൃത്യമായി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ പരാഗ്വേ തിരിച്ചടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫ്രഞ്ച് പ്രതിരോധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഫ്രഞ്ച് ആരാധകർ അത് പാരീസിൽ ഉൾപ്പെടെ വലിയ ആഘോഷ പ്രകടനങ്ങൾ നടത്തി. പാരീസിൽ ഗോളിനായി കാത്തിരിക്കുകയായിരുന്നു ഫ്രഞ്ച് ആരാധകർ. 70ാം മിനിറ്റ് വരെ സമ്മർദ്ദം നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിലാണ് ഈ ആഘോഷത്തിനുള്ള വഴി തുറന്നത് പെനാൽറ്റിയിലൂടെ എംബാപ്പെ. Au bleu de bien se repositionner. Absolument rien à dire de la part de Diego Gomez. Genou. മൊറോക്കോ ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെത്തി. കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്. മൊറോക്കോയ്ക്ക് അസദീൻ ഔനാഹി ഇരട്ട ഗോൾ നേടി. 2ാം പകുതിയിലാണ് 3 ഗോളുകളും പിറന്നത്. ആദ്യ പകുതിയിൽ കാനഡ ആക്രമിച്ച് കളിച്ചുവെങ്കിലും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 50ാം മിനിറ്റിൽ മൊറോക്കോ മുന്നിലെത്തി. അഷ്റഫ് ഹക്കീമിയുടെ പാസിൽ ഔനാഹി മൊറോക്കോയെ മുന്നിലെത്തിച്ചു. 82ാം മിനിറ്റിൽ മൊറോക്കോ 2ാമത്തെ ഗോളും കണ്ടെത്തി. കൗണ്ടർ അറ്റാക്കിനൊടുവിലായിരുന്നു ആ ഗോൾ. ബ്രാഹിം ഡയസ് നൽകിയ പാസ് ഔനാഹി ലക്ഷ്യത്തിലെത്തിച്ചു. ഇഞ്ചുറി ടൈമിൽ സൂഫിയാന റഹീമി 3ാം ഗോളും നേടിയതോടെ കാനഡയുടെ പരാജയം അത് പൂർണ്ണമായി. മൊറോക്കോ ആരാധകരും അവിടെ ആവേശം കൊണ്ടു. പ്രത്യേകിച്ചും മൊറോക്കോയുടെ കഴിഞ്ഞ ലോകകപ്പിലെ മികവ് ഇക്കുറിയും തുടരുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് ആഫ്രിക്കൻ രാജ്യം. ആഫ്രിക്കയിൽ മികവ് കാട്ടുന്ന മൊറോക്കോ ലോകവേദിയിൽ വീണ്ടും ഒരു സെമി ഫൈനൽ, ഒപ്പം ഫൈനൽ പ്രതീക്ഷയിലാണ് ആരാധകർ. طبعا فوزي لقجع رئيس الجامعة الملكية المغربية رحيمي في أول تسديدة ولكن لنجمة بلال مرة الكرة التاريخ هذه لحظات التاريخ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിന് ന്യൂയോർക്കിലെ പ്രശസ്തമായ ടൈംസ് സ്ക്വയർ കീഴടക്കി നോർവേയുടെ ആരാധകർ. വൈക്കിംഗ് റോമിങ്ങും പാട്ടുമായാണ് ആരാധകർ ചുവപ്പണിഞ്ഞെത്തിയത്, നഗരത്തെ ആവേശത്തിലാഴ്ത്തിയത്. ഇന്ന് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ കളത്തിലിറങ്ങുന്ന നോർവേ ടീമിന് പിന്തുണ നൽകുകയായിരുന്നു ലക്ഷ്യം. വൈക്കിംഗ് റോവിംഗ് ഇല്ലാതെ എന്ത് നോർവീജിയൻ ആഘോഷം. നൂറുകണക്കിന് ആരാധകരാണ് ടൈംസ് സ്ക്വയറിനെ റോറോ എന്നറിയപ്പെടുന്ന ഒലെ ഫ്രോയ്സ്റ്റാഡ് തന്നെയാണ് നേതൃത്വം നൽകിയത്. ഇറാഖിനെതിരായ ആദ്യ മത്സരത്തിന് മുൻപ് ബോസ്റ്റണിൽ നടത്തിയ വൈക്കിംഗ് റോവിംഗ് വൈറലായതോടെയാണ് ലോകകപ്പിലെ തന്നെ സൂപ്പർ ആരാധകരായി നോർവേക്കാർ മാറിയത്. ലോകകപ്പ് ജയിക്കും വരെ ഈ ആരവം തുടരുമെന്നാണ്
ഇവരുടെ പ്രഖ്യാപനം. We're rowing the whole of July and June. Yeah, we're rowing till we win. And the spirit is amazing. The spirit is amazing. There's nobody that thinks we're going to lose that match. So it's going to be a walkover. Carlo Ancelotti, we're coming for you! തിങ്കളാഴ്ച ബ്രസീലിനെതിരെ ന്യൂയോർക്കിലാണ് നോർവേയുടെ പ്രീ ക്വാർട്ടർ പോരാട്ടം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയുടെ ഇതിഹാസ ഗോൾ കീപ്പറാണ് ഒച്ചാവോ. ആ ഗോൾ കീപ്പർ ചെക്ക് റിപ്പബ്ലിക്കിനെതിരായ മത്സരത്തിൽ ഒരു അപൂർവ നേട്ടം കുറിച്ചു. 6 ലോകകപ്പുകളിൽ ഒച്ചാവോ മെക്സിക്കോയ്ക്ക് വേണ്ടി ഗോൾ വില കാത്തു. ആ ഇതിഹാസ ഗോൾ കീപ്പർക്കുള്ള സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി മെക്സിക്കോയിലെ റെസ്റ്റോറൻറ്റ് ഒരു മത്സരം വെച്ചു. ഒച്ചാവോയുമായി രൂപസാദൃശ്യമുള്ളവർ അവിടെ എത്തണം. അതിലേറ്റവും രൂപസാദൃശ്യമുള്ളവർക്ക് സമ്മാനമുണ്ട്. ആ കാഴ്ചയിലേക്ക്. ഒച്ചാവിയെ പോലെ ചുരുണ്ട മുടിയും ഹെഡ് ബാൻഡും ചിരിയുമായി ആരാധകർ ആ റെസ്റ്റോറന്റിലേക്ക് എത്തി. ഏറ്റവും അധികം സാദൃശ്യമുള്ളവർക്ക് 1 വർഷത്തേക്ക് പിസ്സ സൗജന്യം. അതാണ് സമ്മാനം. മെക്സിക്കോയിൽ നിന്ന് മാത്രമല്ല, ഫിലിപ്പീൻസിൽ നിന്ന് വരെ ആളുകളെത്തി മത്സരിക്കാൻ. ഒരു കൈ നോക്കാമെന്ന മട്ടിലെത്തിയ റൂഫോ എന്ന 3 വയസ്സുകാരൻ നായക്കുട്ടിയായിരുന്നു വേദിയിലെ താരം. ഓൾഡ് ഇംഗ്ലീഷ് ഷീപ്പ് ഡോഗായ റൂഫോ മെമോ എന്നെഴുതിയ ഗോൾ കീപ്പർ ജേഴ്സി ധരിച്ചാണ് എത്തിയത്. ഒച്ചാവോയുടെ മുൻ ക്ലബായ ക്ലബ് അമേരിക്കയുടെ പന്തുമായി റൂഫോ കാണികളെയും ജഡ്ജിമാരെയും ഒരുപോലെ കയ്യിലെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. ഒടുവിൽ യുവാൻ എന്ന ആരാധകനാണ് ഒന്നാം സമ്മാനം. Los interventores hacen entrega de su cheque y le vamos a dar una playera de los Cancinos para que también la porte con orgullo todo este año de pizzas gratis. വൻ തുകയുടെ ചെക്കും മെക്സിക്കൻ ജേഴ്സിയും വാങ്ങിയാണ് വിജയ് മടങ്ങിയത്. ഒന്നല്ല, ഒരുപാട് ഒച്ചാവോമാരുണ്ട് മെക്സിക്കോയിൽ എന്ന് തോന്നിപ്പിക്കും ഈ മത്സരം കണ്ടാൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയിൽ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന് അടിത്തറ പാകുന്നത് ഇംഗ്ലീഷുകാരാണ്. ഫുട്ബോളിനൊപ്പം ചില രുചികളും മെക്സിക്കോയ്ക്ക് സമ്മാനിച്ചതും ഇംഗ്ലണ്ടാണ്. ഈ ലോക പ്രീ ക്വാർട്ടർ മത്സരത്തിനായി ഇംഗ്ലണ്ട് മെക്സിക്കോയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ 2 നൂറ്റാണ്ട് മുൻപ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഖനി തൊഴിലാളികൾ, ഇംഗ്ലീഷുകാർ, അവർ വളർത്തിയ ഫുട്ബോൾ സംസ്കാരവും ഭക്ഷണ സംസ്കാരവും ഒക്കെ വീണ്ടും ചർച്ചയാവുകയാണ്. മെക്സിക്കോയിലെ റിയൽ ഡെൽമൊണ്ടെ എന്ന മലയോര നഗരത്തിലെ സിറോ പെരാൽറ്റോ അർബാനോയുടെ ബേക്കറിയിൽ കയറിയാൽ ഫുട്ബോളിന്റെയും ഒപ്പം ഇംഗ്ലണ്ടിലെ കോൺവോൾ സംസ്കാരത്തിന്റെയും കാഴ്ചകൾ കാണാം. 1824 ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഖനി തൊഴിലാളികൾ മെക്സിക്കോയ്ക്ക് സമ്മാനിച്ചതാണ് കോർണിഷ് പാസ്റ്റി എന്ന ഈ പലഹാരം. 1975 മുതൽ ഈ പരമ്പരാഗത വിഭവം ഇവിടെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർ മെക്സിക്കോയ്ക്ക് സമ്മാനിച്ചത് ഒരു പലഹാരം മാത്രമല്ല, അവർക്ക് ജീവശ്വാസമായ ഫുട്ബോളും കൂടിയാണ്. പാസ്റ്റിയുടെയും ഫുട്ബോളിന്റെയും പാരമ്പര്യം ഒരുപോലെ നിലനിർത്തേണ്ടത് പ്രധാനമാണെന്ന് ബേക്കറി ഉടമയായ സിറോ പെരാൽറ്റോ. Yo fui minero. Yo entré a la mina en 1969. Por eso mismo, teniendo ya la inquietud o teniendo la idea de como minero y luego para estar elaborando los famosos pastes que hoy en día son famosos y que son famosos los del Portal y que son los mejores pastes del Real de México y del mundo. ഇംഗ്ലീഷുകാർ തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഭക്ഷണവും കായിക വിനോദവുമാണെന്ന് പ്രാദേശിക ചരിത്രകാരനായ വിൽഫ്രിഡോ സാക്ഷ്യപ്പെടുത്തുന്നു. 1824 ഖനി തൊഴിലാളികളാണ് ആദ്യമായി മെക്സിക്കോയിൽ പന്ത് തട്ടുന്നത്. Es un legado que nos dejaron y algo maravilloso para nosotros, lo que fue la gastronomía, pero también el deporte. Junto con ellos, pues también nos traen el deporte, un deporte que se empezó a jugar y
se empezó a practicar, como decimos aquí en México, como una cascarita, se practica como una cascarita, porque no había reglas. En aquel entonces, cuando ellos llegaron en 1824, no había reglas del fútbol, empiezan a jugarlo y siguen viniendo más ingleses. Entonces, cuando vienen los más familiares de ellos ingleses, vienen a Real del Monte, entonces ellos traen un poquito más el fútbol, ya lo empiezan a traer ya como... ഈ നഗരത്തിനടുത്തുള്ള പാച്ചുകയിലാണ് മെക്സിക്കോയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ക്ലബായ CF പാച്ചുക. ലണ്ടനിലെ ബിഗ് ബെൻ ക്ലോക്കിന്റെ മാതൃകയിലുള്ള ഒരു വലിയ ക്ലോക്ക് ടവറും ഈ നഗരത്തിലുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് സ്വാധീനം പുതിയ തലമുറയും അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്നു. ഇംഗ്ലണ്ട് ടീം വീണ്ടും മെക്സിക്കോയിൽ കളിക്കാനെത്തുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നൂറ്റാണ്ടുകളുടെ ബന്ധമാണ് വീണ്ടും ചർച്ചയാകുന്നത്. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. ഫുട്ബോൾ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ കാണാം 7:40. നമസ്കാരം.